നമസ്കാരം. ഇന്നത്തെ വാർത്ത നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ഹിന്ദു പേപ്പറിൽ ഒരു വാർത്ത വായിക്കാം. ജയിൽ ടർമോയിൽ, inmates boarding a bus to the transferred after the clashes at the Negombo prison in Sri Lanka on Monday. 26 killed in clashes at prison near Colombo. 26 പേർ കൊല്ലപ്പെട്ടു ഇൻ ക്ലാഷസ് അറ്റ് prison near Colombo. കൊളംബോവിൻ്റെ അടുത്തുള്ള ജയിലിൽ ഏറ്റുമുട്ടലിൽ 26 പേർ കൊല്ലപ്പെട്ടു. ജയിലിൽ ബഹളം. ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞ ജയിൽ പുള്ളികൾ, തടവുകാർ. ബോർഡിങ് എ ബസ് ടു ബി ട്രാൻസ്ഫേർഡ്, അവർ ബസ്സിലേക്ക് കയറ്റുകയാണ്, വേറെ മാറ്റിപ്പാർപ്പിക്കുക, ബസ്സിലേക്ക് കയറ്റിയിട്ട്. ആഫ്റ്റർ ദ ക്ലാഷസ്, ആ ഒരു ഏറ്റുമുട്ടലിന് ശേഷം. അപ്പോൾ അതിൻ്റെ വാർത്ത, അതിൻ്റെ താഴത്തെ പാരഗ്രാഫ്, അറ്റ്ലീസ്റ്റ് 26 പേഴ്സൺ ഇൻക്ലൂഡിങ് 7 prison ഓഫീസേഴ്സ്, കുറഞ്ഞത് 26 പേര് മരിച്ചു. ഇൻക്ലൂഡിങ്, അതായത് അതിൽ ഉൾപ്പെടും 7 prison ഓഫീസർ, ജയിൽ ഓഫീസർമാർ 7 പേര് അതിൽ ഉൾപ്പെടും. ബേർ കിൽഡ് ഇൻ എ ശ്രീലങ്കൻ prison ഓൺ മൺഡേ ആഫ്റ്റർ എ ക്ലാഷ് എമംഗ് inmates escalated into deadly violence. Over 100 persons were injured. ക്ലാഷ് എമംഗ് ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ തടവുകാരുടെ ഇടയിലുള്ള അവർ തമ്മിലുള്ള ക്ലാഷ്, ഏറ്റുമുട്ടൽ, അത് നിയന്ത്രണാതീതമായി വഷളായി, അതായത് ആളിപ്പടർന്നു, അത് തീവ്രമായി. അതാണ് എസ്കലേറ്റഡ്, ഗുരുതരമായി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. എസ്കലേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എത്ര പേർ മരിച്ചു? 26 പേര് മരിച്ചു. 100-ലധികം പേർക്ക് പരിക്ക് പറ്റി എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയത് 26 killed in a clashes at prison near Colombo. At least 26 persons including 7 prison officers were killed in a Sri Lankan prison on Monday after a clash among inmates escalated into deadly violence. Over 100 persons were injured. 100-ലധികം പേർക്ക് പരിക്ക് പറ്റി, 26 പേർ കൊല്ലപ്പെട്ടു. ക്ലാഷസ് എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടൽ. ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ് പോലെ. ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജയിലിലുള്ള ആളുകളുടെ കൂട്ടത്തെയാണ്, തടവുകാരുടെ അവരെയാണ് പറയുന്നത് ഇൻമേറ്റ്സ് എന്ന് പറയുന്നത്. ജയിൽ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെയാണ് ഇൻമേറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതുപോലെ നമ്മൾ ദിവസം പത്രം വായിക്കുമ്പോൾ നമുക്ക് 1-2 പുതിയ വാക്കുകൾ കിട്ടും. ആ വാക്കുകൾ ഉണ്ടെങ്കിലേ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ, ഇംഗ്ലീഷിൽ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് വൊക്കാബുലറി എവിടെ നിന്ന് കിട്ടും? ഇതുപോലുള്ള വായനകളിൽ നിന്നും ആണ്, കേൾവിയിലൂടെയാണ് നമുക്ക് പദസമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദിവസം ഒരു 10 വാക്ക്, 10 ഒരു 4-5 വാക്കെങ്കിലും നിങ്ങൾ പഠിക്കണം, പുതിയ വാക്കുകൾ. അങ്ങനെയാണ് നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുക. പദസമ്പത്തില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനും പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും അതിന് മനസ്സിലാക്കാനുള്ള പദസമ്പത്തില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ പദം അത്യാവശ്യം ഓരോരോ പുതിയ വാക്കുകൾ പഠിക്കണം, എങ്കിലേ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ദിവസം ഒഴിവ് കിട്ടുമ്പോൾ കുറച്ച് സമയം വായനയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. പത്രം വായിക്കുക, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. സുധാമൂർത്തിയെ പോലെയുള്ള സാധാരണ സിമ്പിൾ ഇംഗ്ലീഷ് എഴുതുന്ന അവരുടെ പുസ്തകങ്ങളെല്ലാം വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ വായനയും അതുപോലെ സംസാരിക്കാനുള്ള കഴിവും നേടിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം പത്രത്തിലൂടെ ഒന്ന് വായിക്കാൻ നോക്കുക, മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് ഓട്ടിച്ച് വായിക്കാം.
26 killed in clashes at prison near Colombo. At least 26 persons, including 7 prison officers, were killed in a Sri Lankan prison on Monday. After a clash, inmates escalated into deadly violence. Over 100 persons were injured. ഇങ്ങനെ ദിവസം വായിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വായനയോടുള്ള ആ താല്പര്യമെല്ലാം കൂടും. നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടും. പുതിയ വാക്കുകൾ കിട്ടും. നമുക്ക് എല്ലാം ക്രമേണ നമ്മൾ ഈ ഭാഷ സ്വന്തമാക്കും. നമ്മുടെ കൈപിടിയിൽ ഒതുങ്ങും ഈ ഭാഷ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.